ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനുണ്ടല്ലോ ഇന്ന് രാവിലെ തന്നെ മുട്ടപ്പത്തിലാക്കുന്ന. നിങ്ങൾ ആരെങ്കിലും മുട്ടപ്പത്തിൽ ആക്കാറുണ്ടോ? ഇങ്ങനെ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചപ്പോ തീയൊന്ന് ചെറുങ്ങനെ കുറച്ചതാണ്. അപ്പൊ ചട്ടി കുറച്ചൊന്ന് ചൂട് തണിഞ്ഞു പോയി. കുഴപ്പമൊന്നുമില്ല, അതങ്ങ് റെഡിയാവും. കുറച്ച് നെയ്യും കൂടി ഇതാ തൂവി കൊടുക്കുക കേട്ടോ. അത് ഇതേപോലെ ഒന്ന് മൂടി കൊടുക്കുകയും ചെയ്താൽ മതി. നൈസ് പത്തിലാണ്, നൈസ് പത്തിൽ. നല്ല മുട്ടപ്പത്തിൽ കുട്ടികളെല്ലാം കൊണ്ടുപോയി തിന്നുന്നതാണ്. ഇത് ഞാനൊന്ന് പൊരിച്ചെടുത്ത. എനിക്ക് ഇങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കടിക്കുമ്പോ ഒരു ഒച്ചപ്പെടുത്തിയിട്ടെല്ലാം തിന്നുക എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ടേസ്റ്റ് ആണ്. അങ്ങനെ എടുത്തതാണ് കേട്ടോ. മൈദയാണ് കേട്ടോ. 2 മുട്ട, മൈദ, ഉപ്പ്, വെള്ളം കൂട്ടിയിട്ട് അടിക്കുക. നന്നായി നൈസായിട്ട് അങ്ങ് ചുട്ടെടുക്കുക. പത്തില് കുറച്ച് പഞ്ചസാര അങ്ങ് തൂവി കൊടുക്കുക, മടക്കുക. ഓയിലിന് പകരം നല്ല 6 kg നെയ്യ് ഒഴിച്ചിട്ടായാലും ഭയങ്കര വില ഭേഷാണ് കേട്ടോ. അപ്പോ കൊളസ്ട്രോളിന്റെ പേടിച്ചിട്ടാണ് 6 kg നെയ്യ് എടുക്കാത്ത. പിന്നെ വേറെന്തെല്ലാം നനച്ചുളി പരിപാടിയല്ലേ ഏടം വരെ എത്തിങ്ങളതെല്ലാം. എന്റെ മക്കൾക്ക് ലീവായതിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു കൈസഹായം ആവുമല്ലോ മക്കൾ ഇവിടെ വീട്ടിലുണ്ടാവുമ്പോ. ഇന്നും നാളെ ലീവാണ് കുട്ടികൾക്ക്. അപ്പൊ ഇതാ രാവിലത്തെ നാസ്തയക്കലും എല്ലാം കഴിഞ്ഞിട്ട് സാപ്പാട് കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ നിങ്ങളോട് ഒരു കുഞ്ഞു സ്റ്റോറിയും ഉണ്ട് ഇന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഇതെല്ലാം കഴിച്ച് സെറ്റായിട്ട് ഞാൻ നിങ്ങളോട് വിവരിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും കാണുക, വീഡിയോ കാണുക. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ അപേക്ഷിക്കുകയാണ് കൂട്ടുകാരെ. സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മളെ പണിത്തിരക്കിന്റെ ഇടയിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇടണമെങ്കിൽ നന്ന കഷ്ടപ്പാടുണ്ട്. ഇതിന്റെ ബാക്കിൽ നിങ്ങൾ ഈ കാണുന്ന ഞാനെല്ലാം നല്ലോണം കഷ്ടപ്പാടുണ്ട് കേട്ടോ. അപ്പൊ പൊന്നു കൂട്ടുകാര്, എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാര് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് സ്കിപ്പ് ചെയ്യാണ്ട് അടിച്ചു വിടാണ്ട് പ്ലീസ് ഒന്ന് കാണൂ, ഒന്ന് സഹകരിക്കൂ എന്റെ കൂട്ടുകാരെ. അപ്പോ ഇത് അടുപ്പത്ത് കടന്നിട്ട് സെറ്റ് ആകുന്നുണ്ടാവും. ഞാനതൊന്ന് എടുക്കട്ടെ. ഓ, നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ. ഓക്കെ, കാണിച്ചു തരാം. എനിക്ക് ഈ പിന്നെ അടുപ്പ് മാറ്റണം എന്നുണ്ട്. ഞാൻ പൊരേ കൂടുന്ന സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഈ സ്റ്റൗവ്. പക്ഷെ ഇത് വരെയും ഒരു കുഴപ്പമില്ല. 10 വർഷമായി. എൻ്റെ സിസ്റ്ററെല്ലാം അതിനുശേഷം വാങ്ങിയതെല്ലാം ബടക്കായി പോയേ. എന്നിട്ട് അവരൊക്കെ 2 തവണ വാങ്ങിയിട്ട് മാഷാ അല്ലാഹ് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. പിന്നെന്താ, അപ്പൊ ഞാൻ വിചാരിച്ചു നല്ലോണം വർക്കാവട്ടെ. ഒന്ന് വർക്കാവൂല നടുക്കത്തെ. അത് പിന്നെ നമ്മൾ ഉപയോഗിക്കാറുമില്ല. അതാണ് ഇതിങ്ങനെ. ഇത് നോക്കിയാ നന്ന നൈസായിട്ട് കിട്ടിയില്ലേ. അപ്പൊ പഞ്ചസാര തൂവി കൊടുക്കുന്നതിന് മുമ്പേ വേഗത്തില് ഞാൻ എന്താക്കുന്നു, ഒന്നും കൂടി അങ്ങ് വരുന്ന ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ എടുക്കട്ടോ. കുറച്ചും കൂടി ഇതാ ഇതിലൂട്ടെല്ലാം ആക്കി കൊടുക്കാം. ചുറ്റിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് തൂവിക്കൊടുത്ത് അങ്ങ് മൂടിക്കൊടുക്കുക. എന്താ ഒരാള് കാത്തു നിൽക്കുന്നത് വരുന്നു പൊന്നു. ഇങ്ങനെ കുറച്ചും കൂടി ഇടാൻ പറ്റൂല മുത്തേ, കഫക്കെട്ടുണ്ട്. അപ്പൊ ഇതാ ഇങ്ങനെ അങ്ങ് കൊടുക്കും. അല്ല അടിപൊളിയാണ്. ഇങ്ങനെ അങ്ങ് മടക്കിതാ. ഇങ്ങനെ ഒരു ബായിക്കില്ല ഇത്. നല്ല അടിപൊളി കട്ടൻ ചായയും മുട്ടപ്പത്തിലും. അപ്പൊ ബാക്കിയുള്ള വിശേഷത വരുന്നിട്ട. എന്റെ കുഞ്ഞുവാവ വിളിക്കുന്ന കേൾക്കുന്നില്ല നിങ്ങള്? വരുന്നേ. അങ്ങനെ ഞങ്ങളല്ല ഇവരൊക്കെ ചായയോടി കഴിഞ്ഞു. ഒന്നൊന്ന് നിർത്തി വെച്ചാ ഫോണ്. നീനൊന്ന് കാണുന്ന ഓൾക്ക് പാന്റ് ഇട്ട് കൊടുത്ത ഇത് ഇങ്ങനത്തെ കോലത്തിലാ വന്നിരിക്കട്ടോ. നോക്കിയാ നബീസാത്ത ഇവരെല്ലാം ചായടി കഴിഞ്ഞ്. അപ്പൊ ഞാന് മുട്ടപ്പത്തില് തിന്നാണ്. ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് അറിയാം.
നല്ല രസല്ലേ, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇതിൽക്കും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരണമെങ്കിൽ മിൽമ നെയ്യ് കൂട്ടണം അല്ലേ. കൊളസ്ട്രോള് പേടിച്ചിട്ടാണ് അത് കൂട്ടാത്ത. അതിൻ്റെ ഒക്കെ കട്ടൻ. ആഹാ ആഹാ. ഇതില് അവിടെ ഇരിക്കേ, നിബൂസ് അവിടെ ഇരിക്ക്, പറയട്ടെ. ഈ മൂന്നാളില് എന്റെ സെയിം ആരാ? ഇവിടെ ഇരിക്ക്, തട്ടട്. എന്റെ സെയിം ലൈവല്ല, ഞാൻ ഓരോട് പറയുന്ന. എന്നെ പോലെ മുഖച്ചായ വരുന്നത് നിബൂസിനാണോ നിതക്കാണ്? നിതക്കാണെന്ന് ഏറെക്കുറെ പേര് പറഞ്ഞിട്ടുണ്ടല്ലേ. പോണയാണെന്ന് പാൻറ് ഓൾക്കാണ് എന്നാ പറയുന്നത്. ആർക്കാണ്? നീയക്കുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഉമ്മാന്റെ ഫേസ് കട്ടുള്ള മക്കളില് ഇത് ഏത് മക്കളാണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാ. ഇന്നിവിടെ നനച്ചുളി തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ അകം നേരാക്കാൻ പറഞ്ഞ ഇതിൽ ഇവള് പറയുന്ന ഞാൻ പുറത്തെ പണി എടുത്തോളാം. എന്നിട്ട് ഒരു കുറ്റിച്ചൂലും എടുത്തിട്ട് അടിച്ചു വാരാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ഇതല്ല പുറത്തെ പണി, അവിടെ പുല്ലുണ്ട്, അത് പറിക്കുന്ന് പറഞ്ഞിട്ട് ഒരു 2 പുല്ല് പറിച്ചപ്പോഴത്തേക്ക് പറയുന്നു, ഓ ഊര കടിയുന്ന്, എനിക്ക് സ്റ്റൂള് വേണമെന്ന് പറഞ്ഞാ. സ്റ്റൂള് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നതാണ്. സ്റ്റൂള് കൊണ്ടുപോയിട്ട് ആരെങ്കിലും പുല്ല് പറിച്ച ചരിത്രം ഉണ്ടോ കൂട്ടുകാരെ? സ്റ്റൂള് കൊണ്ടുപോയിട്ടിട്ട് പുല്ല് പറിക്കുന്ന കുഞ്ഞ് നമ്മളെ ഫൈബറിന്റെ പലക പോലത്തെ സ്റ്റൂൾ ഉണ്ടാവില്ല അത്. അപ്പൊ ഓൾക്കുള്ള കസേരയെല്ലാം ഇട്ടിട്ട് പുല്ല് പറിക്കാൻ പോകുന്ന മക്കളായത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം. ഇപ്പൊ എല്ലാം കൂടി ഞാൻ തന്നെ ആയിരിക്കും ലാസ്റ്റ് എടുക്കേണ്ടി വരികയെന്നാ തോന്നുന്നു. നിങ്ങൾ എന്തെങ്കിലും സഹായിക്കും എന്നെ? ഇവിടെ അകത്ത് എന്തെങ്കിലും സഹായിക്കോ? ജനല് വാതിൽ തുറക്കലിങ്ങ. എന്നാ ഫുള്ള് പുല്ല് പറിക്കണം പുറത്തുള്ള. ഞാൻ സഹായിക്കൂലെന്ന്. ഓൾക്ക് നിങ്ങള് പോണയാണെന്ന് ഓൾക്ക് നിങ്ങള് പൈസ കൊടുക്കാന്ന് പറഞ്ഞു നോക്കിയാ. നീയാ എത്ര സുഖമില്ലെങ്കിലും എന്ത് പണിയാണെങ്കിലും എടുക്കും. ഇന്നലെ നമ്മള് നാസ്ത കഴിച്ചിട്ട് രാത്രിയില് ഇവള് കടന്നുറങ്ങാൻ പോകുമ്പോ ഇവളെ കാണുന്നില്ല. പിന്നെ എന്താ പറയണ്ടേ, കൈ കഴുകലേ. ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ കൈ കഴുകി അല്ലെങ്കിൽ തിന്ന പാത്രം കഴുകുക. അവിടെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, നമ്മളെല്ലാം കഴിച്ചു. നോക്കുമ്പോ എന്നോട് പറയുന്നയാ, ഉമ്മ ഞാൻ ഇതെല്ലാം കഴുകി തന്നാല് എനിക്ക് പൈസ തരണം. അവള് സ്വരുക്കൂട്ടി വെക്കുന്ന അവളെ ഉപ്പാന്റെ അടുത്തേക്ക് പോവണ്ടിട്ട്. അറിയോ നിങ്ങള്? ഒരിക്കൽ നമ്മൾ പോയിട്ട് ഇവളാണ് മെയിനായിട്ട് അവിടുന്ന് കരഞ്ഞിട്ട് എനിക്ക് ഇപ്പം പോണം എന്റെ വീട്ടിലേക്കും പറഞ്ഞിട്ട് ഇവിടെ വരണം എന്ന് പറഞ്ഞ് ഓളെ നിർബന്ധത്തിന് പാഞ്ഞതാണ് നമ്മള്. ഇപ്പൊ ഇവിടെ വന്ന് കുറച്ചായില്ലേ, അന്നേരം ഇപ്പൊ ഓൾക്ക് അങ്ങ് പോണം. എന്തിനാന്നറിയോ? ഇതിങ്ങനെ വേണം മക്കളെ. ആടെ പോയിട്ട് ഓൾക്ക് ഫുള്ള് എൻജോയ് ചെയ്തുള്ള മാളിലും സർവ്വ സാധനം വാരി കൂട്ടാന്, വേറെ ഒന്നിനും അല്ല. ഇതുപോലത്തെ ഇത് ഇവിടെ പഴയ ബാഗാണ്, മേലെന്ന് എടുത്തുകൊണ്ടെന്നിട്ട് നിക്കുന്നത്. കുരുത്തക്കേടാണ്. അപ്പൊ അങ്ങനെയൊക്കെ നബീസാത്ത പുല്ല് പറിക്കുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതുകൊണ്ട് ഓള് സ്റ്റൂൾ എടുത്തിക്കില്ല കേട്ടാ. നോക്ക് ഗാർഡൻ കണ്ടിനാ? ഇവിടുന്ന് കുറെ പുല്ലുണ്ട് കേട്ടാ പറിക്കാന്. നല്ല വെളുപ്പം പറിച്ചിരുന്നാ പറഞ്ഞിട്ടുള്ളേ. 10 മണിപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടോ? ഇത് വേറെ തന്നെ ഒരു വൈബല്ലേ ഈ പൂക്കള് കാണുമ്പോ. ഓ വരുന്നേ. ഹായ്. നല്ല മഞ്ഞ വെയിലാ. ഇതാ ഇത്രയും പറിച്ചില്ലേ? ഇതല്ലേ നിബു പറിച്ചതാ? നിബു നരങ്ങല്ലേ നീതുവോ മുറ്റത്തിരുന്നിട്ട്? നിബൂഷേ ഇനി പറിച്ചതാ? ഇത്താത്ത പറിച്ചിയാ? താത്തിയാ താത്താൻ്റെ കൂടെ ഇനി പറിച്ചിക്ക്. നമ്മ അകത്തുള്ള കാര്യം നോക്കട്ടെ.
വേഗം പറിച്ചിട്ട് വെയിൽ വരുന്നുണ്ട്. വെയിൽ ഇങ്ങനെ വന്നിക്ക്. വേഗം വരണേ. ഹലോ, ഡയലോഗ് അടിക്കാണ്ട് വേഗം പണികൾ നോക്ക്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു സ്റ്റോറി പറയാന്ന് പറഞ്ഞാൽ ഇവള് സമ്മതിക്കുന്നില്ല. ഓള് സമ്മതിക്കുന്നില്ല പറയാൻ കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനില്ലേ ഇവരില്ലാത്ത സമയം നോക്കിയിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ധനിയ എന്തായാലും പറഞ്ഞുതരൂ കേട്ടോ നിങ്ങളോട്. സോപ്പൊന്നും ഇട്ടിട്ട് എന്താ പറയുക, ഷാമ്പു ഒന്നും ഇട്ടിട്ട് കഴുകുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ടയറിൻ്റെ അടയിലുള്ളൊരു ചളിയുണ്ട്. ഓക്കെ കൂട്ടുകാരെ, ഇതൊരു ചീരയാണ്. നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയല്ലേ, അറിയാത്തവരോടാണ്. പക്ഷേ ഇതിവിടെ ഈ ഒരു ഷീറ്റിൻ്റെ മേലെ ആയതിനെ കൊണ്ട് അധികം വളരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി വിറ്റാമിനൊക്കെ ഉള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചീരയാണെന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ചീര എന്നും പറയും, വേറെ എന്തെല്ലാം ഒരു പേരുണ്ട് ഇതിന്. അപ്പം അത് നന്നായിട്ട് ഉണ്ടായി കിട്ടിയാൽ നല്ല കാര്യമാണ്. നല്ലൊരു വറവെല്ലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിപ്പും കൂട്ടിയിട്ട് കറിയാക്കാനും അല്ല നല്ല അടിപൊളി ചീരയാണിത്. കുറേ വിളുമ്പി ഉണ്ടായിട്ടുണ്ട് ഗെയ്സ്. ഉണ്ടാവുമ്പോൾ നമുക്ക് ആവശ്യമില്ല അല്ലേ, കുട്ടികളെ അച്ചാർ ഇട്ട് കൊടുക്കാനെല്ലാം പറയുന്നുണ്ട്. കുറേ ഉണ്ടായി വന്നിട്ടുണ്ട്, അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ടും ഉണ്ട്. സ്റ്റാർ ഫ്രൂട്ട് മഞ്ഞ കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ലോണം പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ അരിയത്തുള്ള മക്കളെല്ലാം വന്ന് പിന്നെ പറിച്ചിട്ട് പോക്കുണ്ട് കേട്ടോ. ഒരുപാടുണ്ട് ഉണ്ടായിട്ട്. ആപ്പിൾ ചാമ്പക്ക ഉണ്ടായി വരുന്നത് കാണണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആപ്പിൾ ചാമ്പക്ക എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇതാ കാണുന്നുണ്ട് നിങ്ങൾ. ജസ്റ്റ് ഉണ്ടായി വരുന്നാളൂ കേട്ടോ, ചപ്പും കൊണ്ട് തിരിയൂല. ജസ്റ്റ് ഉണ്ടായി വരുന്നാളൂ. അത് ഫുള്ള് അതിൻ്റെ ആ ഒരു വലുപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇല്ലാണ്ട് വേറും സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായത് കണ്ടങ്ങൾ. അത് മേലെന്ന് എടുത്താൽ നല്ല രീതിയിൽ കാണും. ഇവിടുന്ന് ഒരുപാട് പേര് കൊണ്ടുപോക്കാണ് കേട്ടോ, നമ്മളല്ല അധികം എടുക്കുന്നത്. ഒരുപാട് മക്കൾ തന്നെ വന്നിട്ട്, വലിയ ആളും വന്നിട്ട് എടുത്തിട്ട് പോക്കുണ്ട് ഇവിടുന്ന്. ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോടേ. അപ്പത്തേക്ക് ഞാൻ ചോറിന്റെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടോ. എനിക്ക് വണ്ടി കഴുകലും എന്താ പറയണ്ടേ, സിറ്റ് ഔട്ട് വെള്ളം ഒഴിച്ചടിക്കലും എല്ലാം കൂടി ആയപ്പോ തൊണ്ട വറ്റുന്നു. ഭയങ്കര ചൂട് വെയിലല്ലേ. അപ്പൊ ഞാൻ എന്താക്കി, കുറച്ച് നാരങ്ങ വെള്ളം അവിടെ കലക്കിയിട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാനവിടെ വെള്ളം ഒഴിച്ചിട്ട് ഫുള്ള് അടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അന്നേരം മൂന്നും കൂടിയും വെള്ളം കണ്ടിട്ട് എന്തൊരു കളിയാന്നറിയോ. പണ്ട് നമ്മളെല്ലാം കുളത്തിലെല്ലാം പോയിട്ടും പുഴയിൽ പോയിട്ടെല്ലാം നീന്തലുണ്ടായിരുന്നില്ലേ. ഇപ്പൊ ഈ മക്കൾക്ക് ഇവിടെ കടലാണുള്ളത്. ഇവിടുത്തെ കടലും പുഴയും ഒന്നാണ്. അതുകൊണ്ട് പാവങ്ങള് പോയി നീന്താനൊന്നും പറ്റില്ല. എന്നിട്ട് സിറ്റ് ഔട്ടിൽ കടന്നത് നീന്തുന്ന കുറച്ച് വെള്ളം കണ്ടിട്ട് ഞാൻ കാണിച്ചു. ഭയങ്കര ദാഹം. പുളിയും ഉണ്ട്
മധുരം ഉണ്ട്. എന്നോട് ഉപ്പിട്ടിട്ട് കുടിക്കാൻ പറഞ്ഞ ഡോക്ടർ. പ്രഷർ കുറഞ്ഞു നോക്കാം. ഇതൊന്നും മക്കൾക്ക് കൊടുക്കണം. നിന്നിട്ട് കുടിക്കാൻ പറ്റൂല. ദാഹം കൊണ്ട് കുടിച്ചതാ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ കണ്ടോ എന്തെന്നാ നീയാ എന്തെന്നാ അല്ല എടുത്തു നീതാ കണ്ട അവരെ സ്വിമ്മിംഗ് പൂളാണിത്. മര്യാദക്ക് ഇവിടെ തുടച്ചങ്ങള് അല്ലേ സിറ്റ് ഔട്ട് സ്വിമ്മിംഗ് പൂളാക്കിയ മക്കളെ കണ്ടിക്കണേ. ഇത് നോക്കിയാ പിഴിയെന്ന്. ഇത് വേണാ കുട്ടിക്ക് കൊടുക്ക്. കുടിച്ചു നോക്കിയാ ഗ്ലാസ് ഒന്നും എടുത്തിക്കില്ല. ഓള് കുടിച്ചിക്ക്. അങ്ങനെ കൂട്ടുകാരെ എൻ്റെ അടിക്കലും തുടക്കലും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞ് നല്ല കരിമീന് കിട്ടിക്കനും. അപ്പൊ ഈ കരിമീന് ഞാൻ എന്താക്കുന്നത് വാഴന്റെ ഇലയിലൊന്ന് വെക്കാന്ന് തീരുമാനിച്ചു. എന്നിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം അല്ലേ. എപ്പോ ഇല്ലേ നമ്മള് പൊരിച്ചിട്ടല്ലോ. ഇത് വേറെ തന്നെ മസാലയാട്ടോ. നല്ല ഗരം മസാലയും ചെറിയ ഉള്ളിയും നല്ല ഉണ്ട മുളക് പിന്നെ വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് മഞ്ഞൾ മുളക് ഇതെല്ലാം ചേർത്തിട്ട് എന്താക്കുന്നു നല്ല അടിപൊളി ഒരു മസാല ഇവിടെ റെഡിയായി. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് കുറച്ച് നെയ്യും അങ്ങ് തൂവി കൊടുക്കുക. എന്നിട്ട് മൂടിയിട്ട് വേവിക്കുക. ഇതും പച്ചക്കറി ഉണ്ട് കേട്ടോ. അടുപ്പത്ത് വെക്കട്ടെ. ഇതും കൊണ്ടും ഞാൻ അങ്ങ് മൂടിക്കൊടുക്കുന്ന കേട്ടോ. ഇതും കൊണ്ട് അങ്ങ് മൂടിക്കൊടുത്തിട്ട് മൂടിയിട്ട് ഇനി വേറെ ഒരു പാത്രം കൊണ്ട് ഇത് മൂടുകയാണേ. എന്നിട്ട് വേവിച്ചിട്ട് എടുക്കട്ടെ. അതില് കറിവേപ്പില ഇടാൻ മറന്നു പോയി കേട്ടോ. മറന്നതാണ്. പെട്ടെന്നുള്ള നല്ല തുറന്നിട്ട് വേണം ഗൈസ്. അപ്പൊ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കും. നല്ല മണം ഉണ്ടാവും കറിവേപ്പിലിന്റെ. ഇനി അങ്ങ് മൂടിക്കൊടുക്കട്ടെ. അങ്ങനെ എൻ്റെ എല്ലാം ആയി. ചോറായി. മക്കൾക്ക് ഇന്ന് വായന്റെ ചപ്പില പോലും ചോറ് വേണ്ടേ. അപ്പൊ ഞാൻ എന്താക്കുന്നത് ആദ്യം കുറച്ച് ചോറ് ഇതിൽ കൊട്ടട്ടെ. അങ്ങ് വായന്റെ ചപ്പില് കൊട്ടിക്കൊടുക്കാതെ കൊണ്ടുപോയിട്ട്. ഇത് കൊണ്ടേക്കോ. അടുക്കള താഴെ തുറച്ചിട്ടുള്ളൂ കേട്ടോ. ജനലും വാതിലൊന്നും അടുക്കള തുറച്ചിട്ടില്ല. അത് പിന്നെ വേറൊരു ദിവസം ഞാൻ നിൽക്കുള്ളൂ. കൊണ്ടേക്കോ. പിന്നെ നമ്മളെ മീനെല്ലാം കാണിക്കണ്ടേ നിങ്ങൾക്ക്. നല്ല പച്ചടി ആക്കിയിട്ടുണ്ട്. കാണുന്നുണ്ടാ? അവിടുന്ന് എന്തെല്ലോ പറഞ്ഞ് നോടിയുന്നുണ്ട്. പച്ചടിയാണ് ഇട്ടത്. പച്ചടി ഉണ്ട്. പിന്നെ കേബേജ് വറവുണ്ട്. ഇതാണ് നമ്മളെ കരിമീന്. നല്ല കരിമീന് പൊള്ളിച്ചതുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാനൊരു പാത്രത്തിൽ കൊട്ടട്ടെ കാണിച്ചു. അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടാ. മക്കളിങ്ങനെ കാത്തു നിൽക്കുന്ന. ഞാന് നല്ല ചൂടുണ്ട്. ഞാനെന്താക്കി ചെറിയ തീയിനടെ വെച്ച് ഒന്ന് തിന്നാ മതി. രാത്രിയിൽ എടുക്ക. എല്ലാം കൂടി ഒന്ന് ഇതിന്റെ അടിയിലും ഉണ്ട് പെട്ടിട്ട് കൂടി അങ്ങ് എടുക്ക. എല്ലാരും കൂടി ആകുമ്പോ അതൊരു രസം വേറെ അല്ലേ. അതിന്റെ അടിയിലുണ്ട് ഒന്നും കൂടി കേട്ടാ. നോക്കിയാ. അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ട് ചോറ് അങ്ങനെ ചോറ് തിന്നാണല്ലേ. എല്ലാരും ചോറ് തിന്നാണ് കേട്ടോ. നല്ല രസമുണ്ട് പോലും. അപ്പൊ ഞാന് ചെറുതിന് ചോട്ടക്ക് വാരി കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാന്. ഞാനുണ്ടാക്കിയ പുളിയഞ്ചിയാണ് കേട്ടോ. കേബേജ് വറവും മീന് പൊള്ളിച്ചതും പച്ചടിയും. മീൻ മുളക് ഇട്ടിട്ടില്ലേ. ബാക്കിയെല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ചോറ് തിന്നട്ടെ.
ചോറ് തിന്നിട്ട് ബാക്കി വിശേഷം. ചോറ് തിന്നട്ടെ. ഭക്ഷണം കഴിഞ്ഞു. മക്കൾക്ക് മതിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞതല്ലേ. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പേ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പുറത്ത് പോയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അറിയുന്ന ഒരു കുട്ടി, ഒരു ആൺകുട്ടിയാണ്, ഈ നാട്ടുകാരനാണ്. അപ്പം അത് എന്താ പറയുക, ചെറിയ മോനല്ലേ, ഇടയ്ക്ക് ഇതിലൂട്ടെല്ലാം കളിക്കാനെല്ലാം, ഫുട്ബോൾ കളിക്കാനെല്ലാം പോകും. അന്നേരം ഇവിടെ വന്നിട്ട് ഇത്താത്ത പിന്നെ സ്റ്റാർ ഫ്രൂട്ട് പറിച്ചോട്ടെ എന്നെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ പറിച്ചോ എന്ന് പറഞ്ഞേ. ഞാനങ്ങനെ അടുക്കളയിൽ പോയി. ഇവർ വരുമ്പോഴത്തേക്ക് ഉച്ചക്ക് ഫുഡാക്കി കൊടുക്കണം, മക്കളും ഉണ്ട് ഇവിടെ. അപ്പം അത് ഞാൻ അങ്ങനെ പോയാലോ ഇവ സിറ്റ് ഔട്ടിൽ കയറിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ പിന്നെ യൂട്യൂബിൻ്റെ പേരെന്താ, ചാനലിൻ്റെ നെയിം എന്താ എന്ന് ചോദിച്ചേരം ഞാൻ ആ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഫോൺ എടുത്ത് വന്നിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ കാണിച്ചു കൊടുത്ത സമയത്ത് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അപ്പുറത്തെ ഇരുത്തിമലായിരിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തേരം എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അരിയത്ത് വന്നു. ഞാനും എൻ്റെ 3 മക്കളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓനും എൻ്റെ അരിയത്ത് വന്നു. നമ്മളൊരു മോനെ പോലെ എല്ലാം കാണുക അല്ലേ. അപ്പം ഈ കുട്ടി ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് എൻ്റെ തൊട്ടരിയത്ത് ഇരുന്ന് നമുക്കൊരു ഇറിറ്റേഷനാവും. എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ കോലത്തിലുള്ള കാട്ടിക്കൂട്ടലാവുമ്പോൾ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഒരു ഇറിറ്റേഷൻ വരും. ഞാൻ ആ വിചാരിച്ച പോലെ തന്നെ ഈ കുട്ടി പിന്നെ ഇങ്ങനെ നീങ്ങിയിട്ട് എൻ്റെ കാലിൻ്റെ തുടമ്മൽ കൈവച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാരിയിട്ട്, ഞാനത് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ ചാരി വരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞു, നീ സ്റ്റാർ ഫ്രൂട്ട് പറിച്ചോ, ചാനലിൻ്റെ നെയിം ഇതാണ്, ഇതിലപ്പുറം എൻ്റെ പിന്നെ ഫോണിൽ നിന്ന് നീ വീഡിയോ കാണണ്ട, ഇപ്പോൾ ചാനലിൻ്റെ നെയിം മനസ്സിലായില്ലേ, നീ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ നിനക്ക് നോട്ടിഫിക്കേഷൻ വരും, നീ പോയിട്ട് കണ്ടോ എന്ന് പറഞ്ഞു. അന്നേരം എന്നാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും വരുന്ന. എനിക്ക് കാര്യം മനസ്സിലായപ്പോൾ ഇവന് എൻ്റെ തോളിൽ കൈയിടുന്ന്, എൻ്റെ കാലിൻ്റെ അവിടെ പിടിക്കുന്നു, എൻ്റെ തൊട്ടപ്പുറം എൻ്റെ മക്കൾ ഇരിക്കുന്നുണ്ട്. കാരണം എൻ്റെ മക്കൾക്കറിയാം അവൻ്റെ സ്വഭാവം, ഇവർ പഠിക്കുന്ന സ്കൂളിലും കൂടിയിട്ടാണ്. അപ്പം എൻ്റെ മക്കളിങ്ങനെ എന്നോട് കണ്ണുകൊണ്ട് ഇങ്ങനെ ഗോഷ്ടി കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അരിയത്തുനിന്ന് പോകുന്നില്ല, നമുക്ക് എന്തോ എത്ര ചെറിയ ആമ്പിള്ളേരായി കഴിഞ്ഞാലും നമുക്ക് ഒരു ഇറിറ്റേഷൻ എന്തോ ഒരു മാതിരി തോന്നും അല്ലേ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നമ്മളെ തട്ടുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇവരെ ഉപ്പ വരാനായിക്കേ, എനിക്ക് ഇവിടെ ഫുഡാക്കണം, എനിക്ക് തീരെ സമയമില്ല, നീ സ്റ്റാർ ഫ്രൂട്ട് പറിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്ന ഇല്ലന്ന്. എന്നാൽ ഞാനിതിൻ്റെ മേലെ കയറി പറിച്ചോട്ടെ, എൻ്റെ ടെറസിൻ്റെ മേലെ. ഞാൻ പറഞ്ഞു വേണ്ട, ടെറസിൻ്റെ മേലയിലൊന്നും കയറാൻ നിൽക്കണം, നിനക്ക് പറ്റുമെങ്കിൽ പിന്നെ പുറത്തൊന്ന് പറിച്ചോ, ഇല്ലെങ്കിൽ പോയിക്കോ, ഊറ് വരാനായിക്ക്, എനിക്ക് ഫുഡാക്കി കൊടുക്കണം വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും പറഞ്ഞേരം വേഗം എൻ്റെ ഭർത്താവ് വരുമെന്ന് കേട്ടേരം വേഗം സ്ഥലം വിട്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുഞ്ഞു മക്കളായി കഴിഞ്ഞാലും എവിടത്തേക്കാണ് ഈ ബുദ്ധിയെല്ലാം പോകുന്നതെന്ന് തിരിയുന്നില്ല. ഞാൻ ഓരോരോ ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, മക്കളുടെ ഓരോ കാര്യങ്ങൾ, ഓരോ മൊബൈൽ യുഗമാണ് അല്ലേ, മൊബൈലിൽ ഓരോന്ന് കണ്ടിട്ട് തന്നെ ആയിരിക്കും ഇങ്ങനത്തെ ഓരോ ചിന്തകൾ വരുന്നത്. പ്രായം നോക്കാണ്ട് കുഞ്ഞു മക്കൾ വരെ തന്നിൽ മൂത്ത ആൾക്കാരാണെന്നുള്ളൊരു ചിന്ത വരെ ഇല്ലാത്തൊരു മക്കൾ. എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ, സ്വലേഹായ മക്കളെ പടച്ചോൻ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. വായൻ്റെ ചപ്പ് കൊണ്ടുപോയിരുന്ന ചെരുപ്പി കെട്ടിയിട്ട് പോട്. ഇന്നത്തെ ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ ഇനി കുളിക്കണം, നിസ്കരിക്കണം. ഇവരെ 3 ആളെ കുളിയും കഴിഞ്ഞു ഗൈസ്, 3 ആളെ കുളിയും കഴിഞ്ഞ് ഇനി ഞാനിവിടെ എൻ്റെ അടിച്ചു വാരൽ, തുടക്കൽ എല്ലാം കഴിഞ്ഞു. സിറ്റ് ഔട്ട് ഫുള്ള് തുടച്ച് കഴിഞ്ഞ് ജനൽ വാതിലെല്ലാം തുടച്ച് കഴിഞ്ഞ് ഇപ്പം വരും, നെതാത്ത വരും, എല്ലാം തുടച്ച് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള റൂമിൻ്റെ തുടച്ചിക്ക് അടുക്കള എനിക്ക് ജനലും വാതിലും എല്ലാം തുടക്കാനുണ്ട്. എല്ലാം കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ ഭക്ഷണാക്കൽ അവിടെ നിൽക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങൾ നമ്മളെ ജീവിതത്തിലും അല്ലേ വരും. പക്ഷെ അത് ആ സ്പോട്ടിനെ നമ്മളെന്താക്കണം, അത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് വിടാൻ. അപ്പോൾ ഇപ്പം നമ്മൾ കാണാറുണ്ട്, കുട്ടീനെ കാണാറുണ്ട്, അതിനെന്തോ ഒരു കുറ്റബോധം പോലെയാണ് നോക്കുക കേട്ടോ. അപ്പോൾ അത് ഓരോ മൈൻഡായിരിക്കും, ഓരോ സമയത്തുള്ള ഓരോ മൈൻഡായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.